എല്ലാവർക്കും നമസ്കാരം. കേരള ചരിത്രം പ്രാചീന മധ്യകാലീന എന്ന പുസ്തകത്തിലെ 4ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ്, ഈ പുസ്തകത്തിലെ അവസാനത്തെ യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ കലാരൂപങ്ങൾ, കേരളത്തിൽ പണ്ട് കാലത്ത് രൂപപ്പെടുകയും ഇന്നും നിലനിൽക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള കലാരൂപങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് കലാരൂപങ്ങളെ കുറിച്ചാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ക്ലാസിക്കൽ കലകൾ എന്നറിയപ്പെടുന്ന കലാരൂപങ്ങളും അതുപോലെ തന്നെ അതല്ലാതെയുള്ള നാടോടി കലകളും പറയുന്നുണ്ട്. ക്ലാസിക്കൽ കലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് അമ്പലങ്ങളിലും കൂത്തമ്പലങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള കലാരൂപങ്ങളെയാണ് ക്ലാസിക്കൽ കലകൾ എന്ന് പറയുക. ഇനി നമുക്ക് ഈ കലാരൂപങ്ങളുടെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, പണ്ട് കാലങ്ങളിൽ ഒരു 11ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ സ്ത്രീകൾ എന്താ പറയുക, ഈ അമ്പലങ്ങളിലൊക്കെ നൃത്തം കളിച്ചിരുന്നില്ല. അങ്ങനെയുള്ള സ്ത്രീകളെ ദേവദാസികൾ എന്ന് വിളിക്കുകയും അവർക്ക് പ്രത്യേക സ്ഥാനമെല്ലാം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ രൂപപ്പെട്ടിട്ടുള്ള മറ്റ് ക്ലാസിക്കൽ കലകളാണ് പറയുന്നത്. കേരളത്തിൽ ഈ ദേവദാസികളുടെ സ്ഥിതി, അവർക്ക് കൊടുത്തിരുന്ന ഒരു സാമൂഹ്യ സ്ഥിതി മോശമായിരുന്നൊരു കാലഘട്ടത്തിൽ പിന്നീട് ഈ ദേവദാസികളല്ലാത്ത സ്ത്രീകളെ ഈ നൃത്തം പഠിക്കാൻ വിടുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ കലാരൂപങ്ങൾ സ്ത്രീകൾക്ക് പിന്നീട് നിഷേധിക്കപ്പെട്ട കുറെ സംഭവമായിരുന്നു. അതിനുശേഷം കലാമണ്ഡലമെല്ലാം രൂപീകരിച്ചതിന് ശേഷമാണ് പിന്നെയും ഈ നൃത്തം എന്ന് പറയുന്നത് കൂടുതൽ സ്ത്രീകൾ വരാനും പഠിക്കാനെല്ലാം തുടങ്ങുന്നത്. ഇനി നമുക്കിതിൽ കൂത്ത്, കൂടിയാട്ടം, കഥകളി, അതുപോലെ തെയ്യം, പടയണി, തുള്ളല്, അങ്ങനത്തെ കുറച്ച് നൃത്തരൂപങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തു പോകാനുള്ളത്. അതിൽ ആദ്യം കൂത്തമ്പലങ്ങളിൽ വെച്ചിട്ടാണ് കൂത്തും കൂടിയാട്ടവും. ഈ കൂത്തും കൂടിയാട്ടവും ഒക്കെ പ്രത്യേക പദവികൾ നൽകിയിട്ടുള്ള നൃത്ത കലാരൂപങ്ങളാണ് കേട്ടോ കൂത്തും കൂടിയാട്ടമൊക്കെ. കൂത്തിനെ കുറിച്ചുള്ള പരാമർശം നമുക്ക് ആദ്യം കാണുന്നത് ചിലപ്പതികാരത്തിലാണ്. ചിലപ്പതികാരത്തില് ഹാസ്യ രൂപേണയാണ് കൂത്ത് എപ്പോഴും അവതരിപ്പിക്കുക. എപ്പോഴും നർമ്മമായിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. പുരാണ കഥകളും കഥാപാത്രങ്ങളെയും ആശ്രയിച്ചിട്ടാണ് കൂത്തുകൾ നിർമ്മിച്ചിട്ടുണ്ടാവുക. കൂത്ത് അവതരിപ്പിക്കുന്ന വ്യക്തി എന്നെ ചാക്യാർ എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ചാക്യാർ കൂത്ത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂത്താണ്. കൂത്ത് അവതരിപ്പിക്കുന്നത് ചാക്യാരാണ്. സ്ത്രീകളാണ് കൂത്ത് അവതരിപ്പിക്കുന്നവരാണ് നങ്ങ്യാർ എന്നാണ് പറയുക. അതിനെ നങ്ങ്യാർ കൂത്ത് എന്നാണ് പറയുക. ഇനി ഈ കൂത്തിന്റെ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് നങ്ങ്യാർ കൂത്തായിട്ടാണ് കണക്കാക്കുന്നത്. നങ്ങ്യാർ കൂത്തിന് ശേഷമാണ് മറ്റു കൂത്തുകളെല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഈ ചാക്യാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാക്യാർക്ക് മുൻപിലിരിക്കുന്ന ആരെ വേണമെങ്കിലും പരിഹസിക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ ചാക്യാർ പരിഹാസ രൂപേണ തന്റെ മുന്നിലിരിക്കുന്ന ആളുകളെ കളിയാക്കിക്കൊണ്ടാണ് ചാക്യാർ കൂത്ത് അവതരിക്കുക. ഒരു പുരാണ കഥകളെ ആശ്രയിച്ചായിട്ടായിരിക്കും കഥയ്ക്ക് പോവുക. പക്ഷെ ആ പുരാണ കഥാപാത്രങ്ങളെ പറയുന്നതിന്റെ കൂട്ടത്തില് ഇപ്പൊ കാണികളായിട്ടിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരേനെ എന്താ പറയുക, വാനരെന്ന് വിളിച്ച് കളിയാക്കുക. അങ്ങനത്തെ ചില നർമ്മ സംഭാഷണങ്ങളാണ് ഈ ചാക്യാർമാര് നടത്തുക. അങ്ങനെയാണ് ചാക്യാർ കൂത്ത് ഇവരെ അവതരിപ്പിക്കുകയും ചെയ്യുക. ചാക്യാർ കൂത്തിന്റെ ചില പ്രധാനപ്പെട്ട വ്യക്തികള് കിടങ്ങൂർ പരമേശ്വര ചാക്യാര്, പൊതിയിൽ രാമചാക്യാര്, ഇരിങ്ങാലക്കുട ചാച്ചു ചാക്യാര്, മാണി മാധവ ചാക്യാര്, അങ്ങനെയുള്ള ആൾക്കാരാണ് ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചതിൽ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഇനി ഈ കൂത്തന്നെ പ്രബന്ധക്കൂത്ത്, പറക്കും കൂത്ത്, നങ്ങ്യാർ കൂത്ത്, ഈ ചാക്യാർ കൂത്ത് അല്ലാതെ അങ്ങനെയും കൂത്തുകളുണ്ട്. അതില് സ്ത്രീകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് വരുന്ന കൂത്തിനെ നങ്ങ്യാർ കൂത്ത് എന്നാണ് പറയുക. ഈ പ്രബന്ധം കൂത്താണ് പിന്നീട് ചാക്യാർ കൂത്തായി മാറിയതെന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ കൂത്തമ്പലങ്ങളിലാണ് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഈ ചാക്യാർ കൂത്തൊന്നും പണ്ട് കാണാൻ പറ്റില്ലായിരുന്നു. കാരണം അമ്പലങ്ങളിൽ, കൂത്തമ്പലങ്ങളിലാണ് ഇതൊക്കെ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഈ ചാക്യാർ കൂത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാക്യാർക്ക് കളിയാക്കാലോ. അപ്പൊ അവർ ഒരേ സമയം ഈ ബ്രാഹ്മണ വിഭാഗങ്ങൾ, നമ്പൂതിരിമാരെ സുഖിപ്പിക്കുകയും ചെയ്യും, അതേസമയം അവരെ കളിയാക്കുകയും ചെയ്യും. അവരുടെ എന്താ പറയുക ശരീരഭാഷേനെ
ഭക്ഷണത്തിനൊക്കെ കളിയാക്കിക്കൊണ്ട് അവർ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ചാക്യാന്മാർക്ക് ഇതൊരു കളിയാക്കാൻ കിട്ടുന്ന അവസരം കൂടിയാണ്, കളിയാക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ അപ്പം നടക്കുന്ന പ്രത്യേക വല്ല സാമൂഹിക വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ടും ചാക്യാർ കൂത്തെല്ലാം അവതരിപ്പിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അടുത്തത് കൂടിയാട്ടമാണ്. കൂടിയാട്ടം ഒരു അഭിനയമാണ്, നാടകം പോലത്തെ ഒരു അഭിനയ രീതിയിലാണ് കൂടിയാട്ടം പോകുന്നത്. ഒന്നിലധികം ആൾക്കാര് ഇതില് വേഷം കെട്ടുന്നുണ്ട്. ഒന്നിലധികം ആളുകൾ കൂടി നിന്ന് ആടുന്നത് കൊണ്ടാണ് ഇതിനെ കൂടിയാട്ടം എന്ന് പറയുന്നത്. ഇതിനൊരു വിദൂഷകൻ ഉണ്ടായിരിക്കും. വിദൂഷകൻ സാധാരണ നമ്മുടെ അവിടെ നാട്ടുഭാഷയിലായിരിക്കും കാര്യങ്ങൾ പറയാം. കൂടിയാട്ടം തുടങ്ങുന്നത് വിദൂഷകന്റെ വരവോട് കൂടിയിട്ടാണ്. വിദൂഷകൻ രംഗപ്രവേശം ചെയ്യാന്നാ പറയാ. വിദൂഷകൻ വന്നിട്ട് ആരെങ്കിലും വന്നിട്ട് സാധാരണ ഭാഷയിൽ എന്തെങ്കിലും സംസാരിക്കും. പിന്നെ കൂടിയാട്ടത്തിന്റെ ആളുകൾ വന്നിട്ട് പ്രധാന കഥാപാത്രങ്ങൾ എന്ത് ചെയ്യും, സംസ്കൃതത്തിലാണ് ശ്ലോകം ചൊല്ലി അവതരിപ്പിക്കുക. സംസ്കൃതത്തിൽ ശ്ലോകം ചൊല്ലും, ഇവര് ഭാവാഭിനയം നടത്തും. അങ്ങനെയാണ് ഇത് പോകുന്നത്. ദെൻ ചാക്യാർ തന്നെയാണ് ഇതിൽ പുരുഷവേഷം കെട്ടുന്നത്, നങ്ങ്യാരാണ് സ്ത്രീവേഷവും കെട്ടുന്നത്. പിന്നെ മിഴാവ് കൊട്ടുന്ന ഒരാളുണ്ടായിരിക്കും. മിഴാവ് കൊട്ടുന്ന നമ്പ്യാന്മാരായിരിക്കും അധികം മിഴാവ് കൊട്ടുക. ഇടയ്ക്ക, കൊമ്പ് തുടങ്ങിയ വാദ്യോപകരണങ്ങളും കൂടിയാട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതും കൂത്തമ്പലത്തിൽ വെച്ച് തന്നെയാണ് കെട്ടുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് കൂടിയാട്ടം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിളക്കും തിരശീല വെച്ചാൽ കർട്ടൻ, ഇത് രണ്ടും കൂടിയാട്ടത്തിന് നിർബന്ധമായിരുന്നു. തിരശീലയുടെ ഇങ്ങനെ മറ പിടിച്ചിട്ടാണ് വിദൂഷകൻ വന്നിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുക. അതിനൊക്കെ പ്രത്യേക രീതികളുണ്ട്. ഇതിന്റെ അവതരണ രീതികളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ഉണ്ട്. ഓരോ വിദൂഷകൻ വരുന്നതിൻ്റെയും വിദൂഷകന്റെ ഭാഷ്യം, അല്ലെങ്കിൽ വിദൂഷന്റെ ആക്ഷൻ, കർട്ടൻ പിടിക്കുന്ന, അങ്ങനെ പല പല രീതികളിൽ കൂടിയാട്ടം ഉണ്ട്. കൂടിയാട്ടത്തിന് പ്രധാനമായിട്ടും 4 അഭിനയങ്ങളുണ്ട്. 4 വിധ അഭിനയങ്ങൾ കൂടിച്ചേരുന്നതാണ് കൂടിയാട്ടം. ആംഗികം, വാചികം, ദെൻ ആഹാരം, സാത്വികം. ആംഗികം, വാചികം, ആഹാരം, സാത്വികം എന്ന് പറയുന്ന 4 അഭിനയങ്ങൾ കൂടിച്ചേരുന്ന നൃത്തരൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. സാധാരണ ജനങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു നൃത്തരൂപമായിരുന്നു കൂടിയാട്ടവും. മറ്റൊന്ന് കഥകളി. കേരളത്തിലെ വിദേശികളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു നൃത്തരൂപമാണ് കഥകളി. അല്ലെ, വിദേശികളെ ഇവിടെ വരികയും കാണുകയൊക്കെ ചെയ്തിട്ടുള്ള നൃത്തരൂപമാണ് കഥകളി. കഥകളിയിലെന്ന് പറയുമ്പോൾ കൂത്തും കൂടിയാട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേഷം കെട്ടും. വേഷം വളരെ വേഷവിധാനങ്ങൾ ഉണ്ടായിരിക്കും. മുഖത്തൊക്കെ ഒരുപാട് മേക്കപ്പ്, രസാഭിനയം, മുഖത്ത് ഭാവാഭിനയം ഉണ്ടായിരിക്കണം. കൈകൾ കൊണ്ട് മുദ്രകൾ കാണിക്കണം. പിന്നെ നൃത്തം, ഗീതം, മേളം തുടങ്ങിയവയെല്ലാം ഈ കഥകളിയുടെ ഭാഗമായിട്ട് ഉണ്ടാവും. കോഴിക്കോട് മാനവേദ രാജാവ്, കോഴിക്കോട് അതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ചാക്യാർ കലകളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് കഥകളിയൊക്കെ വരുന്നത്. അപ്പോൾ ചാക്യാർ കലാരൂപങ്ങൾ നിൽക്കുന്ന സമയത്ത് ഈ ചാക്യാർ കലാരൂപങ്ങൾ ജനങ്ങൾക്ക് അവരുടെ ഭാഷയൊന്നും കൃത്യമായി മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഉണ്ടായിരുന്ന സാമൂതിരി മാനവേദ രാജാവ്, കോഴിക്കോട് സാമൂതിരിയാണ് മാനവേദ രാജാവാണ് കൃഷ്ണനാട്ടം എന്ന് പറയുന്ന ഒരു നൃത്തരൂപത്തിന് രൂപം നൽകി. കൃഷ്ണനാട്ടം. അങ്ങനെ കൃഷ്ണനാട്ടം ആരാണ് കൊണ്ടുവന്നത്? മാനവേദ രാജാവ് കേട്ടോ. കൃഷ്ണനാട്ടം കൊണ്ടുവന്നു. അതൊരു നൃത്ത നാടക രൂപത്തിലാണ് അവതരിപ്പിക്കുക. ഈ കൃഷ്ണനാട്ടത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗീതാഗോവിന്ദത്തിൻ്റെതാക്കിയിട്ടാണ് കൃഷ്ണഗീതി എന്ന് പറയുന്ന ഒരു രീതിയും അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഗീതാഗോവിന്ദം എന്ന് പറഞ്ഞ കഥേനെ ആസ്പദമാക്കിയിട്ടാണ് കൃഷ്ണനാട്ടം നൃത്തരൂപം അവതരിപ്പിച്ചിട്ടുള്ളത്. കൃഷ്ണഗീതി എന്നൊരു എന്താ പറയാ കാവ്യമാണ് കൃഷ്ണനാട്ടത്തിന് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൃഷ്ണനാട്ടവും നൃത്തം, ഗീതം, വാദ്യം തുടങ്ങിയവയെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് കൃഷ്ണനാട്ടം അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ കൃഷ്ണനാട്ടം ഈ ജനങ്ങൾക്ക് പെട്ടെന്ന് സ്വീകാര്യമാണ്. ജനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ കൂട്ടൊന്നും ചെയ്തിട്ട് അവര് എത്രയോ തീണ്ടാപ്പാട് അകലെയാണ് ഇതിൻ്റെയൊക്കെ ഒന്ന് ആലോചിക്കണം. അപ്പോൾ കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആളുകൾ കാണാൻ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി, മറ്റ് കലാരൂപങ്ങളെക്കാൾ കാണാൻ എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കൃഷ്ണനാട്ടത്തിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ. ഇനി ഈ കൃഷ്ണനാട്ടം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തെക്കൻ കേരളത്തിലെ കൊട്ടാരക്കര തമ്പുരാൻ തെക്കൻ കേരളത്തിലുള്ളൊരു രാജാവ് കൊട്ടാരക്കര തമ്പുരാൻ കൃഷ്ണനാട്ടൻ അവരുടെ നാട്ടിൽ വന്നിട്ട് അവതരിപ്പിക്കുമെന്ന് മാനദേവ തമ്പുരാൻ രാജാവിനോട് ചോദിക്കുകയാണുണ്ടായത്. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് മാനവേദ രാജാവ് പറയാണ്, തെക്കൻ കേരളത്തിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള നൃത്തങ്ങളൊന്നും ആസ്വദിക്കാനുള്ള കഴിവില്ല എന്ന് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ആ കളിയാക്കല് ദേഷ്യം വന്നിട്ടുള്ള കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടം എന്ന് പറയുന്ന പുതിയൊരു നൃത്തരൂപത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ
രാമനാട്ടമാണ് പിന്നീട് കഥകളിയായി മാറിയത് എന്നൊരു കഥ പറയുന്നുണ്ട്. രാമനാട്ടം അങ്ങനെയാണ് വന്നത്, രാമനാട്ടം അങ്ങനെ കഥകളിയായി മാറിയെന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു കഥകളെ കുറിച്ചുള്ള ഒരു കഥ, ഐതിഹ്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു കഥകളിക്ക് എന്തുണ്ട്, കൈമുദ്രയ്ക്ക് പ്രാധാന്യമുണ്ട്, മുഖത്തിലെ അഭിനയത്തിന് പ്രാധാന്യമുണ്ട്. അതായത് കഥകളിക്ക് ഒരു തിരശീലയൊക്കെ ഉണ്ട്. ഈ തിരശീല പിടിച്ചിട്ടാണ് കഥകളി കളിക്കുന്ന ആളില്ലേ, അയാൾ ആദ്യം വന്നിട്ട് തിരശീല പിടിച്ച് കളിച്ചിട്ട് തിരശീല മാറ്റുന്നു, പിന്നെ അങ്ങനെയാണ് കഥകളി തുടങ്ങുന്നതൊക്കെ. ദെൻ കഥകളിക്ക് ശ്ലോകം ചൊല്ലുന്ന ഒരാളുണ്ടായിരിക്കും. ആ ശ്ലോകം ചൊല്ലുന്ന ആൾക്കനുസരിച്ചിട്ട് മുഖത്ത് ഭാവം കൈമുദ്രയും വരുത്തും. അപ്പൊ കൈമുദ്രയിലൂടെയും മുഖത്ത് ഭാവങ്ങളിലൂടെയുമാണ് കഥകളി നടത്തുന്ന, കഥകളി നൃത്തരൂപം അവതരിപ്പിക്കുന്ന ആള് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് എന്താണ് അവതരിപ്പിക്കുന്ന ആശയം കൈമാറുന്നത്. അപ്പൊ മുദ്രയ്ക്കും അതുപോലെ തന്നെ മുഖത്തെ അഭിനയത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, ഭാവാഭിനയവും കൈമുദ്രകൾക്കും. അങ്ങനെയാണ് വരുന്നത്. ഇതിഹാസ പുരാണങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഈ കഥകളെല്ലാം അവതരിപ്പിക്കുന്നത്. ഇതിഹാസങ്ങൾ പ്രധാനപ്പെട്ട ഈ എന്താ പറയാ ഭീമന്റെ കഥകളൊക്കെ മുൻനിർത്തിയിട്ടാണ് കഥകളിയൊക്കെ അധികം അവതരിപ്പിച്ചിട്ടുള്ളത്. കഥകളിക്ക് 5 പ്രധാന വേഷങ്ങളാണ്. കഥകളിനെ 5 വേഷങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഈ 5 വേഷങ്ങൾ. പച്ച, കത്തി, കരി, താടി, മിനുക്ക് ചെയ്ത കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചാണ്. അസുര കഥാപാത്രങ്ങളെ ചെയ്യുന്ന സമയത്താണ് കത്തി എന്ന് പറയുന്ന വേഷം ഉപയോഗിക്കുക. പച്ച, ഇപ്പൊ ശ്രീകൃഷ്ണനെയൊക്കെ അവതരിപ്പിക്കുന്നതെങ്കിൽ പച്ചയാണ് വേഷം കെട്ടുക. മിനുക്ക് സ്ത്രീകൾക്കും അതുപോലെ തന്നെ ആർക്കാണ്, ഋഷിമാർക്കൊക്കെ മിനുക്ക് എന്ന് പറയുന്ന രീതിയിൽ ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങളെ കണ്ടിട്ടാണ് കഥകളിൽ അല്ലെ. അത് മിനുക്ക് എന്ന് പറഞ്ഞ എന്താ പറയാ വേഷമാണ് നൽകുന്നത്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചാണ് ഈ ഒരു വേഷങ്ങൾ നൽകുക. അപ്പൊ അങ്ങനെ 5 വേഷങ്ങളാണ് ഇതിനുണ്ടായിരിക്കുക. പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം കഥകളി പുരുഷന്മാർ മാത്രമാണ്, സ്ത്രീ വേഷം കെട്ടുന്നതും പുരുഷന്മാർ തന്നെയാണ്. അപ്പൊ പുരുഷന്മാർ മാത്രമാണ് കെട്ടിയിരുന്നത്. ഇപ്പോൾ കഥകളി സ്ത്രീകൾക്കും കെട്ടുന്നുണ്ട്. സ്ത്രീകളും കഥകളി കെട്ടിയിട്ട് കഥകളി സ്ത്രീകളും കെട്ടിയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി കഥകളി പിന്നെ അതിന് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഒരുപാട് ആൾക്കാരൊക്കെ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. കഥകളിയും ബ്രാഹ്മണ സദസ്സുകളിൽ മാത്രം കൊണ്ടാടിയുന്ന ഒരു കലാരൂപം തന്നെയാണ്. സാധാരണക്കാർക്ക് അത് തീണ്ടാപ്പാട് അകലെ തന്നെയായിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കഥകളിയൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കുകയും ഇന്ന് പിന്നെ കഥകളി ഈ എന്താ പറയാ ഉത്സവങ്ങളിലൊക്കെ വരും. അതുപോലെ തന്നെ നമ്മുടെ കലാമണ്ഡലത്തില് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും പഠിക്കാനുള്ള അവസരങ്ങൾ വന്നു. ദെൻ ഇവിടെ നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഇനി ഇതൊക്കെയാണ് ക്ലാസിക്കൽ കലാരൂപങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നാടോടി കലകളായിരുന്നു സാധാരണക്കാരുടെ നൃത്ത കലാരൂപങ്ങൾ എന്ന് പറഞ്ഞത്. തുള്ളല്, തെയ്യം, തിറ, ദെൻ പടയണി തുടങ്ങിയവയൊക്കെയാണ് സാധാരണക്കാരുടെ നൃത്തരൂപങ്ങൾ എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് കാണാനുള്ള അവകാശവും അവർ കാണുകയും ചെയ്തിട്ടുള്ളത് ഈ ബ്രാഹ്മണരല്ലാത്തവർ കണ്ടിരുന്ന നൃത്തരൂപങ്ങൾ ഇതൊക്കെയായിരുന്നു. തുള്ളൽ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഓർമ്മയിൽ വരുന്നത് ഓട്ടംതുള്ളൽ തന്നെയാണ്. ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളലാണ് നമുക്ക് പ്രധാനമായിട്ടും ഓർമ്മയിൽ വരുന്നത്. ഓട്ടംതുള്ളലിനെ 3ആയിട്ട് പറയുന്നുണ്ട്. തുള്ളലിനെ 3ആയിട്ട് പറയുന്നുണ്ട്. ഓട്ടംതുള്ളല്, പറയൻതുള്ളല്, ശീതങ്കം തുള്ളൽ, അങ്ങനെയല്ലേ? ഓട്ടംതുള്ളല്, പറയൻതുള്ളല്, ശീതങ്കം തുള്ളൽ, അങ്ങനെ 3 തുള്ളലുകളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഓട്ടംതുള്ളല് ഇത് 3ആണ്. ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത് നമ്പ്യാരന്മാരാണ്. പറയൻതുള്ളലും ശീതങ്കം തുള്ളലും മറ്റു ജാതിക്കാരാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ അംഗീകാരം കിട്ടിയത് ഓട്ടംതുള്ളലിലാണ്. അതും കുഞ്ചൻ നമ്പ്യാരുടെ കാലത്ത് മാത്രമാണ് ഇതിൽ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. കുഞ്ചൻ നമ്പ്യാരുടെ മരണത്തിന് ശേഷം പലരും അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വളർച്ചയൊന്നും ഓട്ടംതുള്ളലിനും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഓട്ടംതുള്ളൽ വളർന്നതിനെ പറ്റിയിട്ട് ഒരു കഥ പറയുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ചാക്യാന്മാര് കൂത്തും കൂടിയാട്ടെല്ലാം അവതരിപ്പിക്കുന്ന സമയത്ത് മിഴാവ് കൊട്ടുന്ന ജോലിയാണ് നമ്പ്യാർമാർക്കുള്ളത് അല്ലെ. അങ്ങനെ ചാക്യാർ കൂത്തിൽ മിഴാവ് കൊട്ടുന്ന സമയത്ത് ഒരു ദിവസം കുഞ്ചൻ നമ്പ്യാർ അങ്ങനെ ചാക്യാർക്ക് മിഴാവ് കൊട്ടുന്ന സമയത്ത് കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിപ്പോയി. അപ്പോ ചാക്യാന്മാര് കളിയാക്കുമല്ലോ. അങ്ങനെ ചാക്യാന്മാര് ഈ ഉറങ്ങിപ്പോയ കുഞ്ചൻ നമ്പ്യാരെ കളിയാക്കിയിട്ട് ഇതാവുന്നു. അപ്പോ അതിലൊരു ദേഷ്യം വന്നിട്ടുള്ള കുഞ്ചൻ നമ്പ്യാര് പിറ്റേ ദിവസം ചാക്യാർ കൂത്ത് നടക്കുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ട് ഒരു കലാരൂപം തുടങ്ങി. ഒറ്റ ദിവസം കൊണ്ട് ചിട്ടപ്പെടുത്തി എന്നാണ് പറയുന്നത്. മറ്റൊരു കലാരൂപം കൊണ്ടുവന്നു. അതാണ് ഈ ഓട്ടംതുള്ളലായിട്ട് മാറിയതെന്നാണ് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച്
എന്താ പറയുക, വലിയ അംഗീകാരമൊന്നും കിട്ടുന്നില്ല ഈ കഥയ്ക്ക്. എന്നാലും അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് എന്ന് മാത്രം. ഇനി അബ്രാഹ്മണരായിട്ടുള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഓട്ടൻതുള്ളൽ എന്ന് പറയുന്നത്. ഈ ഓട്ടൻതുള്ളൽ എന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡിൽ ഓടിയിട്ടാണ് നമ്പ്യാർ ഇത് അവതരിപ്പിക്കുക. അപ്പൊ അതിന്റെ സ്പീഡ് കാരണമാണ് ഇതിന് ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഹാസ്യം, ജനങ്ങളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതിലും ഈ ബ്രാഹ്മണരെ കളിയാക്കിയിട്ടും അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷുകാർ ഈ യൂറോപ്യൻസ് വന്ന സമയത്തൊക്കെ ഈ ഓട്ടംതുള്ളൽ ഉണ്ടായിരുന്നപ്പോൾ അവരും കളിയാക്കിയിട്ടൊക്കെ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ സായിപ്പന്മാരെ കളിയാക്കിയിട്ടുള്ള എന്തൊക്കെ ഉണ്ട് എന്ന് പറയുന്നേക്കാം. അങ്ങനെയൊക്കെ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ തുള്ളലില് ഓട്ടംതുള്ളല്, പറയാൻ തുള്ളല്, ശീതങ്ങം തുള്ളൽ അല്ലാതെ പിന്നീട് വളരെ നമ്മുടെ കാവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സർപ്പം തുള്ളല്, കോലം തുള്ളല്, പടേനി തുള്ളല് തുടങ്ങിയവയൊക്കെ. അപ്പൊ ഈ സർപ്പം തുള്ളലും അതുപോലെ തന്നെ കോലം തുള്ളലൊക്കെ പിന്നീടും കേരളത്തില് വളരെ പ്രാബല്യത്തിൽ ഉണ്ടായിട്ടുള്ള തുള്ളൽ രൂപങ്ങൾ തന്നെയാണ്. ദെൻ മറ്റൊന്നാണ് പാടകം. പാടകം എന്ന് പറഞ്ഞാൽ തുള്ളലിന്റെ ഒരു ചെറു രൂപമാണ് പാടകം എന്നാണ് പറയുന്നത്. ചാക്യാർ കൂത്തിൽ നിന്നാണ് പാടകം ഉണ്ടായി വന്നതെന്നും പറയുന്നുണ്ട്. അതായത് ഈ പാടകമായിട്ടുള്ള ഒരു കഥ എന്ന് പറഞ്ഞാല് കൂത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചാക്യാർക്ക് എത്താൻ കഴിയാതിരുന്ന സാഹചര്യത്തില് മിഴാവ് വായിക്കുന്ന നമ്പ്യാര് ഒരു എന്താ പറഞ്ഞ കഥ പറഞ്ഞ് ഒരു നാടകം കളിച്ചു. കഥ പറഞ്ഞുകൊണ്ട് നാടകം കളിക്കുന്ന ഒരു രീതി കൊണ്ടു. അതിനെയാണ് പാടകം എന്ന് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പാടകം എന്ന നൃത്ത കലാരൂപം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഇത് അവതരിപ്പിക്കുക അമ്പലത്തിന്റെ ഉള്ളിലല്ല, അമ്പലത്തിന്റെ പുറത്ത് പ്രദക്ഷിണം ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ടാണ് ഈ പാടകം എന്ന നൃത്ത കലാരൂപം അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ദെൻ മറ്റൊന്നാണ് അനുഷ്ഠാന കലകൾ. അപ്പൊ ഇതാണ് നാടോടി കലകൾ പറഞ്ഞത്. അനുഷ്ഠാന കലകളിൽ വരുന്നതാണ് തെയ്യം, തിറ, പടയണിയൊക്കെ. വളരെ സാധാരണക്കാരെ ഇതില് എന്താ പറയാ ഒരു ചടങ്ങായിട്ടൊക്കെ നടത്തുന്ന കലകളാണ് തെയ്യമൊക്കെ. തെയ്യം ഇന്നും കെട്ടിയാടുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലാണ് തെയ്യത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. അപ്പൊ തെയ്യം കണ്ണൂർ, കാസർഗോഡ്, വടക്കേ മലബാറില് പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡിലാണ് തെയ്യത്തിന് കൂടുതലുള്ളത്. തെയ്യം പിന്നെ ഇപ്പോ പല അമ്പലങ്ങളിലൊക്കെ മുഖാന്തരം മറ്റ് നാടുകളിലും തെയ്യം അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ തെയ്യത്തിന്റെ തനത് സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങൾ തന്നെയാണ്. മുച്ചിലോട്ട് കാവില് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തെയ്യത്തിന് പെരുങ്കളിയാട്ടം എന്നാണ് പറയുക. ഈ തെയ്യത്തിന് തന്നെ കളിയാട്ടം എന്നും പറയുന്നുണ്ട് അല്ലെ. കളിയാട്ടം സുരേഷ് ഗോപി മഞ്ജുവാര്യർ സിനിമയാണ് കളിയാട്ടം. അത് തെയ്യത്തിന് മുൻനിർത്തിയിട്ടുള്ള സിനിമ. അപ്പോൾ ഈ പെരുങ്കളിയാട്ടം എന്ന് പറയുന്നത് മുച്ചിലോട്ട് കാവുകളിലാണ് എന്താണ് പറയുന്നത് പെരുങ്കളിയാട്ടം 12 വർഷത്തിലൊരിക്കൽ നടത്തുന്നത്. ദെൻ തുലാമാസം 10-ാം തീയതി മുതൽ ഇടവപ്പാതി വരെ നടത്തുന്ന ഒരു കാലഘട്ടമുണ്ട്. അതാണ് തെയ്യത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. തെയ്യോട്ടുകാലം എന്ന് പറയും. തെയ്യോട്ടുകാവില് ഇത് വളരെ നന്നായിട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇന്നും നടപ്പിലാക്കുകയും തെയ്യം എന്ന് പറഞ്ഞ കലാരൂപം സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. തെയ്യം പ്രത്യേക ജാതി വിഭാഗത്തിൽപ്പെടുന്നവരാണ് ആചരിക്കുകയും ചെയ്യുക. തെയ്യം എന്നതിന് ദൈവം എന്നാണ് അർത്ഥം. ദൈവത്തിനെയാണ് തെയ്യം എന്നുള്ള ദൈവം എന്നുള്ള വാക്കിന്റെ ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേക ജാതിയിൽ വരുന്ന ആൾക്കാർക്ക് ദൈവമാകാൻ കിട്ടുന്ന അവസരമാണ് തെയ്യം എന്നാണ് കണക്കാക്കുന്നത്. ഈ തെയ്യം കെട്ടുന്ന സമയത്ത് ഇവരിലേക്ക് ഒരു ബാധ ആവാഹിക്കുമെന്നും, അതായത് ദൈവം ഇവരിലേക്ക് കയറി വരുമെന്നും, അങ്ങനെ ആ ദൈവം ഇറങ്ങിപ്പോകുന്നത് വരെ തെയ്യം കെട്ടി ആടുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ കാല് ഉയർത്തി ചവിട്ടുന്ന ഒരു സ്റ്റെപ്പാണ് ഇവർ വെക്കുകയും ചെയ്യുക. ഈ ദൈവം ഇറങ്ങിപ്പോകുന്ന സമയങ്ങളിലൊക്കെ ഇവർ തെയ്യത്തിന്റെ അവസാനം ഒരുപാട് വെളിപാടുകൾ പറയും. ഈ വെളിച്ചപ്പാടുമാരെ പോലെ തന്നെ ഒരുപാട് വെളിപാടുകൾ പറയും. എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറയും. അങ്ങനെ അതിന് അരുളപ്പാട് എന്നാണ് പറയുക. തെയ്യം കെട്ടിയാടുന്ന ആള് പറയുന്ന കാര്യങ്ങൾ അതിന് അരുളപ്പാട് എന്നാണ് പറയുക. അങ്ങനെയാണ് ഇതാണ് തെയ്യം എന്ന് പറഞ്ഞാല്. അപ്പൊ തെയ്യത്തിന് ഒരു പ്രത്യേകതയിൽ മുടി വളരെ ഭംഗിയായിട്ട് കെട്ടും. മെടഞ്ഞു കെട്ടുന്ന ഒരു രീതി, മുളക്കമ്പില് ഓല മെടഞ്ഞ് അലങ്കരിച്ചിട്ടാണ് മുടി ഉണ്ടാക്കുന്നത്. ഇനി ഇതില് ഏത് തെയ്യമാണോ ആ തെയ്യത്തിനനുസരിച്ച് ആണ് മുടി കെട്ടുകയും ചെയ്യുക. ചെണ്ട, വീക്കൻ ചെണ്ട, ഇരത്താളം, കുഴല് എന്നീ വാദ്യങ്ങളൊക്കെ ഈ തെയ്യം കെട്ടിയാടുമ്പോൾ ഉപയോഗിക്കാറും ഉണ്ട്. അതാണ് തെയ്യത്തിന്റെ രീതി എന്ന് പറയുന്നത്. ഇനി അടുത്തത് തിറ. തെയ്യം നമ്മൾ പറഞ്ഞു വടക്കൻ മലബാർ, കണ്ണൂര്, കാസർഗോഡ് ഭാഗങ്ങളാണെന്ന് പറഞ്ഞല്ലേ. അതിന് തെക്കു ഭാഗത്ത് കണ്ണൂരിന്റെയും കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ അതുപോലെ തന്നെ മലബാറിന്റെ തെക്ക് ഭാഗങ്ങളിലും പ്രചാരത്തിലുള്ളതാണ് തെറ എന്ന് പറയുന്നത്. തെയ്യം തെറയും ഏതാണ്ട് ഒരേ കാലയളവിൽ തന്നെയാണ് കെട്ടിയാടുക.
തെയ്യത്തിനോട് സമാന്തരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് തെറ എന്ന് പറയുന്നത്. പക്ഷെ വേഷത്തിൽ വ്യത്യാസമുണ്ട്. തെറയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ വളരെ വലിയ ഒരു സമവൃത്തം, ഒരു ആർച്ച് എന്ന് പറയല്ലേ, ആർച്ച്, ഒരു സമവൃത്തത്തിൽ ഒരു വലിയ സാധനമാണ് തലയിൽ വെക്കുക. ഇതിനെയാണ് തെറ എന്ന് പറയുന്നത്. ഈ തലയിൽ വെക്കുന്ന ഈ അർദ്ധവൃത്തത്തിലുള്ള ഈ വസ്തുവിനെയാണ് തെറ എന്ന് പറയുന്നത്. ഇത് തലയിൽ വെച്ചുകൊണ്ടാണ് തെറ കളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ വടക്കൻ മലബാറിലൊക്കെ ഉത്സവങ്ങൾ എപ്പോഴും വരുന്നതാണ് തെറ എന്ന് പറയുന്നത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും മലബാറിന്റെ തെക്കൻ ഭാഗങ്ങളിലും ഈ ഇത് നമുക്ക് കാണാൻ സാധിക്കും. വേലൻ, വണ്ണാന്മാര്, പാണന്മാര്, മലയന്മാര്, കനലാടി തുടങ്ങിയ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ തിറ കെട്ടിയാടുന്നവർ. അപ്പൊ ഇത് ജാതീയപരമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒന്നാണ്. ഇവര് ഒരു പ്രത്യേക തരത്തില് ഡ്രസ്സ്, അരയ്ക്കത് കീഴ്പ്പെട്ട് പ്രത്യേക തരത്തില് ഡ്രസ്സൊക്കെ കെട്ടും, മുടി വെച്ചിട്ടുണ്ടാവും, മുടി കെട്ടിയിട്ടുണ്ടാവും. പിന്നെ ഈ തെക്കൻ മലബാറിലേക്ക് നോക്കുമ്പോൾ തെയ്യം ഈ ഉത്സവങ്ങൾ സമയത്ത്, ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളുടെ സമയത്ത് തെറ കെട്ടിയാടും. തെറകളുടെ കൂടെ പൂതൻ എന്ന് പറഞ്ഞിട്ട് തെറയും പൂതനും വരിക എന്നാ പറയാം, തെറയും പൂതനും കെട്ടുക എന്നാ പറയാം. അങ്ങനെയാണ് അതിന് തെറയുടെ കൂടെ വേറൊരു നാവൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ആക്കിയിട്ടുള്ളൊരു മുഖമൊക്കെ വെച്ചിട്ടുള്ളൊരു ആളും കൂടെ ഉണ്ടാവും, പൂതൻ. അപ്പൊ തെറയും പൂതനും വരിക എന്നാ പറയാം. അപ്പൊ അങ്ങനെയാണത് അതിൻ്റെ ഒരു നൃത്തരൂപം എന്ന് പറയുന്നത്. ഇനി ഇതില് തെറയാട്ടത്തിന് തന്നെ മുക്കണിത്താളം, ചവിട്ടുതാളം, ചാമുണ്ടിത്താളം, ഇളകിയാട്ടം എന്നിങ്ങനെ വ്യത്യസ്ത താളങ്ങൾ ഉള്ളതായിട്ടും പറയുന്നുണ്ട്. ഇനി ഇതാണ് തെയ്യത്തിനും തിറയനും കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്തത് പടയണി. പടയണി, ഈ തെയ്യം തിറയൊക്കെ വടക്കൻ കേരളത്തിലാണെങ്കിൽ പടയണി തെക്കൻ കേരളത്തിലെ ഒരു പ്രധാന നൃത്തരൂപമാണ്. തെക്കൻ കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട ഭാഗങ്ങളിൽ, ആലപ്പുഴ, ഈ രണ്ട് ഭാഗങ്ങളിൽ പ്രചാരത്തിലുള്ള ഒരു നൃത്തരൂപമാണ് പടയണി എന്ന് പറയുന്നത്. പടയണി ജനങ്ങളുടെ ഇടയിൽ, സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു നൃത്തരൂപം തന്നെയായിരുന്നു. പടയണിയുടെ ഒരു എന്താ പറയാ, ഒരു കഥ, ഐതിഹ്യം എന്ന് പറയുന്നത്, ദാരികനെ കാളി വധിക്കുന്നുണ്ടല്ലോ, ഭദ്രകാളി ദാരികനെ വധിച്ചതിന് ശേഷം ആ ഒരു ദേഷ്യത്തിൽ വരുന്ന സമയത്ത് ഭദ്രകാളിയുടെ ദേഷ്യം ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ശിവനും അതുപോലെ തന്നെ ആരാണ്, ശിവനും മറ്റ് ദേവന്മാരും കൂടിയിട്ട് കെട്ടിയാടുന്ന ഒരു രൂപമായിരുന്നു പടയണി എന്നാണ് പറയുന്നത്. അതിനെ തന്നെ പതേനി എന്നും പറയും തോന്നുന്നുണ്ട്. അങ്ങനെയാണ് പടയണിയുടെ ഒരു ആരംഭം എന്നുള്ള ഐതിഹ്യം ഉണ്ട്. അതുപോലെ തന്നെ ഈ പടയണി ഗർഭം അലസി പോവുക, അതുപോലെ തന്നെ ചാപിള്ളകളായിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക, രക്തപ്പോക്ക്, കുഞ്ഞുങ്ങൾ മരിക്കുക, ശിശുമരണം, അതുപോലെ തന്നെ ഈ ഫിക്സ്, പേബാധ, വസൂരി തുടങ്ങിയ അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ തുടങ്ങിയ ദുർമരണങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതിന് പരിഹാരമായിട്ട് പടയണി കെട്ടിയാടുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പടയണികൾ കെട്ടിയാടുക. ദെൻ രാമായണത്തിനും മഹാഭാരതത്തിനും ഒക്കെ മുൻനിർത്തിയിട്ടുള്ള കഥകൾ പടയണിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി സമൂഹത്തിലെ ഓരോ ജാതികളെ തന്നെ മുൻനിർത്തിക്കൊണ്ടുള്ള വേഷങ്ങളെല്ലാം പടയണിയിൽ കെട്ടിയാടുകയും ചെയ്യും. ഇതാണ് പടയണി എന്ന് പറഞ്ഞാൽ. അപ്പം പ്രധാനപ്പെട്ട അനുഷ്ഠാന കലകളാണ് തെയ്യം, തിറ, പടയണി എന്ന് പറയുന്നത്. ഈ പടയണി സംരക്ഷിക്കപ്പെട്ട നൃത്ത കലാരൂപങ്ങളുള്ളതാണ്. ഇനി അപ്പൊ ഇത്രയാണ് കേരളത്തിലെ കലാരൂപങ്ങൾ എന്ന യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ക്ലാസിക്കൽ കലകളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ കൂത്ത്, കൂടിയാട്ടം, അതൊക്കെ ക്ലാസിക്കലായിട്ട് പറഞ്ഞു. നാടൻ കലാരൂപങ്ങളായിട്ട് തുള്ളലും പാടകവും കുറിച്ച്, അനുഷ്ഠാന കലാരൂപങ്ങളായിട്ട് വളരെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നൃത്തരൂപങ്ങളാണ് തെയ്യവും തിറയും പടയണിയും ഒക്കെ, അതിനെക്കുറിച്ചും പറഞ്ഞു. ഇതൊക്കെയാണ് കേരളത്തിലും പണ്ടുകാലം മുതൽക്ക് ഉണ്ടായിരുന്നതും അതിൽ ഇന്നും നിലനിന്നു പോകുന്നതുമായിട്ടുള്ള പല നൃത്തരൂപങ്ങളുമാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഇതല്ലാതെ ഒരുപാട് നൃത്തരൂപങ്ങൾ കേരളത്തിലുണ്ട് കേട്ടോ, ക്ലാസിക്കലും അല്ലാതെയൊക്കെ ആയിട്ട്. നമുക്ക് പ്രധാനമായിട്ട് ഇത്ര ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.